പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പുകഴ്ത്തി ഡോക്ടർ ശശി തരൂർ എം പി. മോദി പറയുന്ന സബ്കാ സാത്ത് സബ്കാ വികാസ് ആശയം എല്ലാവരും വിശ്വസിച്ചാൽ പിന്നെ ഒരു പ്രശ്നവുമില്ലെന്നാണ് ഡോക്ടർ തരൂർ 24 ഓസ്ട്രേലിയയിൽ വെച്ച് പറഞ്ഞത്. ഓസ്ട്രേലിയയിലെ വിക്ടോറിയ പാർലമെന്റിൽ നിന്ന് ദീപക് തർമടത്തിന്റെ റിപ്പോർട്ട്. SKN വെരി ഗുഡ് മോർണിംഗ്. മെൽബണിൽ വിക്ടോറിയൻ പാർലമെൻറ്റിലാണുള്ളത്. വിക്ടോറിയൻ പാർലമെൻറ്റിലെ മതമൈത്രി സമ്മേളനം കഴിഞ്ഞാണ് ശശി തരൂർ നമ്മളോടൊപ്പം ചേരുന്നത്. വെൽക്കം. നമസ്കാരം. നമുക്ക് മലയാളികൾക്ക് ഇവിടെ വെച്ച് കാണുമ്പോൾ ഒരു പ്രത്യേക സ്നേഹമാണല്ലോ. എനിക്കാണ് സന്തോഷം. അതെ അതെ, പ്രേക്ഷകർക്ക്, നമ്മുടെ 24 പ്രേക്ഷകർക്ക് തരൂർജിയായിട്ടൊരു വളരെ അടുത്ത ബന്ധമാണ്, പ്രത്യേകിച്ച് SKN നമ്മളെ ചീഫ് എഡിറ്റർക്കൊക്കെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മതമൈത്രി സമ്മേളനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച്, അതിനെക്കുറിച്ചാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത്. കാരണം ലോകത്ത് മതത്തിൻ്റെ പേരിൽ യുദ്ധങ്ങൾ നടക്കുന്ന സമയമാണ്. അതന്നെ ഞാനും എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. ഈ ലോകത്തിൽ ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഓരോരു ഭാഗത്തിൽ ശ്രീനാരായണ ഗുരു ഒരു നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞ സന്ദേശം ഇപ്പോൾ കൂടി ഒരു പ്രധാനം ഉണ്ടെന്ന് മാത്രമല്ല, വരാൻ പോകുന്ന ഭാവിക്കും ഇതാണ് ശരിക്കും നമുക്ക് വഴി കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിൽ എത്തിയിട്ട് ഈ ഓസ്ട്രേലിയൻ വിക്ടോറിയൻ പാർലമെൻറ്റിൽ ഈ പഴയ 150 വർഷം പഴയുള്ള ഒരു കെട്ടിടത്തിൽ ഇറങ്ങി നമുക്ക് ഈ സന്ദേശം എത്തിക്കാൻ സാധിച്ചത് അത് ശ്രീനാരായണ ഗുരു ധർമ്മസംഗമം ട്രസ്റ്റിൻ്റെ ഒരു വലിയൊരു കാര്യമാണ്. അവരതിനെ ഏർപ്പെടുത്തി നമ്മളെല്ലാവരും കൊണ്ടുവന്നിട്ട് ഈ അവസരത്തിൽ വിക്ടോറിയൻ പ്രധാനമന്ത്രിയായ പ്രീമിയറായ ജസിന്ത ആർഡൻ കൂടി വന്ന് സംസാരിച്ചത് നല്ല കാര്യമാണ്. അവർക്ക് അതിനെ കൂടുതൽ ഇന്ത്യക്കാരൊരു ചടങ്ങായി കണ്ടു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് 8-9 പിന്നെ പ്രധാനപ്പെട്ട മതത്തിൻ്റെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഇതേ സന്ദേശത്തിലാണ് അവിടെ സംസാരിച്ചത്. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന സന്ദേശം നമുക്ക് എത്രത്തോളം പാർട്ടി സാധിച്ചാൽ നന്നായിരിക്കും. ഇന്ത്യയിൽ ഒരു ഗവൺമെൻറ് ഇപ്പോൾ പോകുന്നു. ആ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം തന്നെ ഹിന്ദു ഐഡിയോളജി അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരു സാഫ്രണൈസിങ് നടക്കുന്നു എന്നുള്ളതാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഒരു പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലയിൽ അങ്ങയുടെ ഒരു ഇടപെടൽ, കമൻറ്റ്. വിദേശത്തിൽ വന്നിട്ട് നമ്മൾ സാധാരണ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാറില്ല. എന്നാലും അഭിപ്രായത്തിൽ അത്യാവശ്യമായിട്ടുള്ളത് നമ്മളുടെ രാജ്യത്തിൻ്റെ ഒരു ശക്തിയാണ് എല്ലാ മതങ്ങളും ഒരുമിച്ച് ജീവിക്കുന്നത്. പ്രധാനമന്ത്രി പറയുന്നല്ലോ സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവരെയും ഒരുമിച്ച് വികസിപ്പിക്കണം, എല്ലാവരെയും ഒരുമിച്ച് ഒരേ ഒരു സഹകരണം ഉണ്ടാവണം. ആ സന്ദേശത്തിനെ എല്ലാവരും ഹൃദയത്തിൽ തന്നെ എടുത്തിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ എന്തായിരിക്കും പ്രശ്നങ്ങൾ. അദ്ദേഹം പറഞ്ഞു, ജാതി മതം എന്തായാലും ഏതായാലും ഇതെല്ലാം അവസാനത്തിൽ ഒരേ കാര്യം തന്നെയാണ്, സത്യം, സ്നേഹം, സൗഹാർദ്ദം. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ ഏത് മതമായാലും മനുഷ്യൻ നന്നായി മതി. അതല്ലേ അദ്ദേഹം പഠിപ്പിച്ചത്. അങ്ങനെയാണ് നമുക്ക് വേണ്ടത് ഭാരതത്തിൽ. ആ സന്ദേശം കൊടുക്കാനാണ് ഞാനും ഇവിടെ എത്തിയിരിക്കുന്നത്. താങ്ക് യു. വളരെ കൃത്യമായി തന്നെ ശശി തരൂർ പറയുന്നത് ഈ നാടിൻ്റെ അനിവാര്യതയാണ് ഈ മതമൈത്രിയെ ഊട്ടിയുറപ്പിച്ചുള്ള മുന്നോട്ട് പോക്ക്. അത് രാജ്യത്തിൻ്റെ വികസനത്തിനും ലോകത്തിൻ്റെ വികസനത്തിനും കൂടി അനിവാര്യമാണ് എന്നുള്ളതാണ്. വിക്ടോറിയൻ പാർലമെൻറ്റിൽ നിന്നും ദീപക് ധർമ്മടം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.